ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് നടത്താൻ പോകുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് നടത്തുന്നത് ക്രാഫ്റ്റ് വീഡിയോ. ഞാൻ സാധാരണ ഡാൻസൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ബ്രഷ് പെന്നാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിനെ നമ്മൾ കുറച്ച് ബഡ്സ് എടുക്കണം. കുറച്ച് നിങ്ങളെ അളവിൽ ബഡ്സ് എടുക്കണം. അത് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്യണം. സൂക്ഷിക്കണം, അതിൻ്റെ തുമ്പ് ഭാഗമൊക്കെ കയറിക്കൊണ്ട് മുറിയും. എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പം ബഡ്സ് എടുത്ത് നമ്മൾ ഒന്ന് വെട്ടണം. ഇത് ഹാഫായിട്ടാണ് വെട്ടേണ്ടുള്ളത്. ഞാൻ വെട്ടുന്ന കണ്ടാലേ അറിയാം. ഇത് എന്ന് വെച്ചാൽ ഹാഫായിട്ടല്ല ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് വരെ ചെയ്യാം. നോക്കിക്കോണേ, കണ്ടോ? ഇതിനെ ഹാഫായിട്ടല്ല വെട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഹാഫായിട്ടാണ് വെട്ടേണ്ടുള്ളത്. എനിക്ക് തെറ്റിപ്പോയി. ഇനി നമ്മളൊരു റീഫില്ലർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു നമ്മൾ ഇങ്ങനെ ഊരിയും വെക്കാനും പറ്റുന്ന ഒരു റീഫില്ലർ ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് എന്ന് വെച്ചാൽ ഒരു ക്ലൂ കാണിച്ചു തരുമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ എടുക്കൂലേ ഗൈസ്. കറണ്ട് പോയി ഗൈസ്, പിന്നെ ഇപ്പോഴാണ് വരണത്. ഓക്കെ ഗൈസ്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇൻവെർട്ടർ ശരിയാക്കിയാണ് കാണിച്ചു തരാം. ഇതേ കണക്കത്തെ റീഫില്ലറുള്ള പേനയല്ല നമുക്ക് വേണ്ടിയത്. സാധാരണയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടേ, കണ്ടോ? ഇങ്ങനത്തെ ഇതിൻ്റെ വലിയ സൈസ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കണം. പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യണം. പക്ഷേ എനിക്ക് ഒക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമ്മൾ അതിനകത്ത് ബഡ്സ് വെക്കണം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു സിമ്പിൾ ക്രാഫ്റ്റാണ് ഗൈസ്, പെട്ടെന്ന് തീരും, കുറച്ച് മിനിറ്റ് മതി ഗൈസ്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് ഗൈസ്. അപ്പം ഓക്കെ, ഇനി നമ്മൾ ബഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേനയിൽ ബഡ്സ് വയ്ക്കാം. നമുക്കിതിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി എൻ്റെ കാക്ക എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നൊരു ബുക്ക് തരും. ഇതെനിക്ക് ഗ്രാൻഡ് ട്യൂഷനിൽ വെച്ചാണ് എനിക്ക് തന്നത് എൻ്റെ കാക്ക ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ നമ്മളിത് ഒരു എഴുതിയ പേജ് വെച്ചാണ് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എനിക്ക് അല്ലാതെ ചെയ്യുന്ന ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെയിൻറ്റ് കൂടെ എടുത്തേക്കാം. ഞാൻ വാട്ടർ കളർ യൂസാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വാട്ടർ കളറേ ഉള്ളൂ, അല്ലാത്ത കളറുണ്ട്, പക്ഷെ അത് കൊള്ളത്തില്ല. ഇനി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നൊരു ബഡ്സ് എടുക്കുക. ബഡ്സ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് വയ്ക്കും. എന്ന് വെച്ചാൽ ഒരു ബഡ്സ് വെച്ച് ഒരു കളർ എടുത്താൽ മറ്റൊരു കളർ വെച്ച്, എന്ന് വെച്ചാൽ ആ കളർ ഉപയോഗിച്ച് ആ കളർ വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് സ്പ്രെഡായി പോവും. വെള്ളം വെച്ച് അത് കളഞ്ഞിട്ടും രക്ഷയില്ല ഗൈസ്. കണ്ടോ, ഞാൻ ഇപ്പോൾ റെഡാണ് എടുത്തത്, നല്ല ചോര കളറുണ്ട്. ഞാൻ ടെക്സ്റ്റ് ചെയ്തു ഗൈസ്, സംഭവം അടിപൊളി തന്നെ ഗൈസ്. ഇനി നമുക്ക് പിങ്ക് കളറൊന്ന് ചൂസ് ചെയ്ത് നോക്കാം. ബഡ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, വെള്ളത്തിൽ മുക്കുക, പിങ്ക് കളറിൽ നിൽക്കുക. ഇനി നമുക്കൊന്ന് വരച്ച് നോക്കാം. കണ്ടോ ഗൈസ്, കൺഫേംലി ഇത് വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, അടുത്ത കളർ എടുത്ത് ബ്ലൂ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, വെള്ളത്തിൽ മുക്കുന്നു, ബ്ലൂ കളർ എടുക്കുന്നു. അപ്പോൾ ഗൈസ്, കണ്ടോ, ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. എനിക്ക് വളരെ അധികമായി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനത്തെ വളരെ ഈസി ക്രാഫ്റ്റ്സൊക്കെ ഞാൻ അല്ലാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കോമൺലി അങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ്, ബൈ.